സ്വർണ്ണവില ഇന്നും കൂടിയിരിക്കുന്നു. ഗ്രാമിന് 35 രൂപ കൂടി 12,735 രൂപയായിരിക്കുകയാണ്. ഒരു പവന്റെ വില 1,01,880 രൂപയാണ്. പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും. പ്രദീപ്, ഇങ്ങനെ ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, ഓരോ ദിവസവും സ്വർണം പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോൾ 1,01,880 രൂപയിലേക്ക് എത്തുന്നു. ഇനിയും കൂടുമല്ലേ? പക്ഷേ സ്വർണ്ണവില ഒരു പവന് 1,00,000 രൂപ പിന്നിട്ടെങ്കിലും കുതിപ്പ് ഇനിയും അവസാനിച്ചിട്ടില്ല. ഇന്നലെയാണ് പവന് 1,00,000 രൂപ എന്നുള്ള വില കടന്നത്. ഇന്ന് വീണ്ടും 1,01,880 രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ ഗ്രാമിന് 220 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. ഇന്ന് പവന് 280 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഗ്രാമിന് 35 രൂപ കൂടിയിരിക്കുന്നു. അമേരിക്കൻ ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണവില വർധനയ്ക്ക് കാരണമായി പറയുന്നത്. സ്വാഭാവികമായും അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ഈ സ്വർണ്ണവില വർധന തന്നെയാണ് ആഭ്യന്തര തലത്തിലും വില വർധനയ്ക്ക് ഇടയാക്കുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലമൊക്കെ കഴിഞ്ഞ് കല്യാണ സീസണിലേക്കൊക്കെ നാട് പ്രവേശിക്കുകയാണ്. ആ സമയത്തുണ്ടാകുന്നൊരു വില വർധന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കും. കടകളിൽ കൂടുതലും അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഇപ്പോൾ വരുന്നത് എന്നാണ് കട ഉടമകൾ പറയുന്നത്. ഈ കല്യാണവും മറ്റാവശ്യങ്ങളും ഒക്കെ ഉള്ള ആളുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു. എന്തായിരുന്നാലും പണിക്കൂലി, അതുപോലെ തന്നെ ഹാൾമാർക്കിംഗ് ചാർജ്, GST എല്ലാം ഉൾപ്പെടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ഏതാണ്ട് 1,10,000-ലധികം രൂപ നൽകേണ്ട സാഹചര്യമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഇനിയും വില ഉയരുകയാണെങ്കിൽ വലിയൊരു ഉയർച്ചയിലേക്കാവും ആഭ്യന്തര വിപണിയും പോവുക എന്നാണ് സൂചന. ശരി, പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്.